ഇതുവരെ തീരുമാനിച്ചില്ല എവിടെ പോകണമെന്നൊന്നും. സോ അമ്പലത്തിന് പോയിട്ട് വന്നിട്ട് ഞാൻ എവിടെ പോകുന്നതെന്ന് പറയാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വണ്ടികളിങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടേക്കാണ്. വലിയ ടൂറിസ്റ്റും അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഫുള്ള് വണ്ടി നിറഞ്ഞ് നടക്കുകയാണ്. സോ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ഥലമുണ്ടെന്ന് പറയാം. സോ ഗൈസ്, ഞാനെൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ചോക്കർ വന്നിട്ട് നമ്മുടെ അട്ടക്കുളങ്ങരയിലെ രാമേന്ദ്ര ടെക്സ്റ്റൈൽസിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ കുറച്ച് ഒരു കുഴിയിൽ വീണു ഗൈസ്, അതാണ്. അപ്പോൾ അവിടെ കുറച്ച് വില കുറവാണ്. അപ്പോൾ ഈ ചോക്കറും അതിൻ്റെ കൂടെയുള്ള ഇയറിങ്സും ആണ്. എനിക്ക് ആക്ച്വലി ഇയറിങ്സിൻ്റെ ആ നമ്മുടെ ഈ മുട്ടില്ലേ, മുട്ടിങ്ങനെ താഴോട്ട് വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുക്ക് വെച്ചേക്കാം. പിന്നെ വേറെ ആസ് യൂഷ്വൽ മേക്കപ്പ്. പിന്നെ എൻ്റെ സാരി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇത് വളയാണ്. ഞാനിത് എനിക്കൊന്നൊരു 150 റുപ്പീസായി കാണും ഇതിന്. ഇത് ഇവിടെ അടുത്തുള്ളൊരു എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് നാളായി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇടാൻ തിരിച്ചു. ഓക്കെ, ഇവിടെ ഭയങ്കര തിരക്കും വെയിലും. ഞാൻ എവിടെ പോയാലും വെയിലായിരിക്കും. ഞാൻ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇന്ന് തിരുവോണം കൂടി ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ വിഗ്രഹത്തിലിടാനുള്ള പൂമാലയും നെയ്യും മഞ്ഞക്കോടിയും പിന്നെ കുറച്ച് മുല്ലപ്പൂവായിട്ട് വാങ്ങിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെ ചെയ്യും. കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തലയിൽ തൊട്ടിട്ട് പോകുന്ന എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഇതവിടെ ഇട്ടിരുന്ന വലിയൊരു അത്തപ്പൂക്കളാണ്. അപ്പം ഞങ്ങൾ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര വലിയ ക്യൂ ആണ്. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു കുളമാണ്. അപ്പോൾ ഈ കുളത്തിൽ ഒത്തിരി അധികം മീനുകളും അതുപോലെ ആമയും 2-3 അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ കുളത്തിൽ ആരും അങ്ങനെ ഫുഡൊന്നും ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ അവിടെ ഒത്തിരി അധികം മീനുണ്ട്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. ഇത് പിന്നെ ഞാൻ എവിടെ പോയാലും ഒരു മാൻഡേറ്ററി വാക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പുഞ്ചക്കിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കള്ളുഷാപ്പുണ്ട്. കള്ളു കുടിക്കാനല്ല പോകുന്നത്, അവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തേടി കണ്ടുപിടിച്ച് ഈ കടയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ ഇത് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമാണ്. ഒത്തിരി സ്ഥലമുണ്ട്. ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത് സെപ്പറേറ്റ് റൂംസ് ആണ്. അതുകൊണ്ട് കുറച്ച് പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഈ ഒരു റൂമിൻ്റെ പുറത്തായിട്ട് ഇവരൊരു ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലിരുന്ന് കഴിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാം, ഇവിടെ വന്ന് നിന്ന് കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം. ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ മോനെ, അത്രയ്ക്കും പൊളിയാണ്. പുഞ്ചക്കിരി കള്ളുഷാപ്പിലാണ്. അപ്പോൾ ഇന്ന് ഓണമായിട്ടൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിക്കുന്ന സ്ഥലമൊക്കെ വളരെ മനോഹരമാണ്. ശരിക്കും ഇതൊരു ട്രീ ഹൗസ് പോലെയാണ് ഇവർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ അപ്പം നമ്മൾ ഫുഡൊന്നും ഇതുവരെ ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വന്നതേ. ഞങ്ങളിവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങളോട് ഇവിടെ മീൻ വന്ന് നോക്കി ഏത് മീനാണോ വേണ്ടത് ആ മീൻ എടുക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഒരു മീനും കുറച്ച് കറിയും പറഞ്ഞു. ഇതവരുടെ ബീഫ് കറിയാണ്. എനിക്കിതൊക്കെ ഇപ്പം കാണുമ്പോൾ എൻ്റെ വായിൽ കൂടി വെള്ളം വരുന്നുണ്ട്. ഇതവരുടെ പോർക്ക് കറിയാണ്. ഇത് ഞണ്ട് കറി. ഇത് തലക്കറി കൊല്ലംകാരുടെ ഫേവറേറ്റ് ആണെന്നറിയാം. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ഈ പൊരിച്ചുകൊണ്ടിരിക്കുന്ന മീനാണ്. ഇത് നമ്മുടെ കാടി ഇങ്ങനെ എണ്ണയിൽ കിടന്നങ്ങ് കുളിക്കുകയാണ് ഗൈസ്. നമ്മൾ ലൈവായിട്ട് നമ്മൾ ഫിഷിനെ കാണാൻ പോയിരുന്നു. ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫിഷിനെ കാണാൻ പോയിരുന്നു. ഒത്തിരി അധികം ഫിഷ് വെറൈറ്റീസ് ഉണ്ട്. അരപ്പ് തേച്ച് വെച്ച ഫിഷാണ്. അപ്പോ ഞങ്ങളിങ്ങനെ നോക്കി അവർ അതിന്റെ പ്രൈസൊക്കെ പറയും. ഞങ്ങൾ എടുത്തത് എന്ത് മീനായിരുന്നു? വേളാപ്പാര. ഒരു വലിയ വേളാപ്പാര, ഒരു വലിയ മീൻ എടുത്തായിരുന്നു. അത് പൊള്ളിച്ചതാ. പിന്നെ ഉള്ളത് ഞങ്ങളൊരു ഡക്കിന്റെ താറാവ് കറി എടുത്തു. പിന്നെ ഒരു പ്ലേറ്റ് കപ്പ. സോ നമുക്ക് ഫുഡ് വന്നതിന് ശേഷം ബാക്കി കാണാം. വേളാപ്പാര പൊള്ളിച്ചത്. ഇത് നമ്മുടെ ഡക്ക് മോപ്പാസാണ് വരുന്നത്. ഇത് ചെറിയ പോർഷൻ എടുത്തേക്കുന്നത്. ഇത് കപ്പ, ഇവിടെ എന്താ പറയുന്ന അറിയില്ല. ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് ഒരു പ്ലേറ്റ് കപ്പയും അതുപോലെ താറാവിന്റെ കറിയാണ്. ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ഞാനും ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പെട്ടെന്ന് തുറക്കും.
അപ്പൊ ഇത് പൊള്ളിച്ചതാണ് ഗൈസ്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ മീനിൻ്റെ ഒരു സ്മെല്ലും ആ വാഴയിലയുടെ ഒരു സ്മെല്ലും കൂടി നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന് ഒടുക്കലത്തെ ചൂടാണ് ഗൈസ്, പിച്ചാൻ പോലും പറ്റുന്നില്ല. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ ഒത്തിരി അധികം മീനിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും ട്രൈ ചെയ്യാൻ നോക്കുക. സോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കപ്പ കഴിച്ചു നോക്കാം. അപ്പോൾ കപ്പ ആക്ച്വലി നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ വെക്കുന്ന പോലെയല്ല. കപ്പ കുറച്ചൊരു ഇരുന്ന് തിന്നുന്ന നോക്ക്. കപ്പ ഇവിടെ നമ്മുടെ തേങ്ങയൊന്നും ഇട്ട് വെക്കുന്ന കപ്പയല്ല, അല്ലാത്ത നോർമൽ കപ്പ, നമ്മുടെ നോർമലായിട്ട് വെള്ളത്തിൽ ആവി കയറ്റി അങ്ങനെ വേവിക്കുന്ന കപ്പ. അപ്പോൾ കപ്പയാണ്. കപ്പയ്ക്ക് കപ്പയുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി ഉപ്പ് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബാക്കി കറികളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഞാൻ താറാവാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ താറാവിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് നോക്കാം. ഈ താറാവുണ്ടല്ലോ, വായിക്കാത്തിടുമ്പോ അങ്ങ് അലിഞ്ഞു പോകുന്നു. താറാവിന് നല്ല കുരുമുളകൊക്കെ ഇട്ടേക്കുന്ന താറാവാണ്. അല്ല, താറാവല്ല, കുരുമുളക് ഇട്ടേക്കുന്ന താറാവ് കറി. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് താറാവ് കറി. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മീൻ പൊള്ളിച്ചത്. അപ്പോൾ മീൻ പൊള്ളിച്ചതാണ് ഞാൻ അവസാനമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത്. ഇല്ല, മീൻ പൊള്ളിച്ചത് ഞാൻ പൊതുവെ അങ്ങനെ കഴിക്കാറില്ല. അതിനകത്ത് ഒത്തിരി അധികം മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ മസാലയുടെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് ആദ്യം കഴിക്കുമ്പോൾ തന്നെ. പൊരിച്ച മീനാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് പൊള്ളിച്ചതാണ്. അപ്പോൾ ഈ ഫിഷ് പൊള്ളിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കരിമുരി എഫക്റ്റ് നമുക്ക് വരത്തില്ല. പക്ഷെ എങ്കിൽ കൂടി ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. സോ ഇതിന് കറക്റ്റായിട്ട് ഉപ്പും കറക്റ്റായിട്ടുള്ള ഉപ്പും കുരുമുളകും എല്ലാം ഉണ്ട്. സോ പറയാതിരിക്കാൻ വയ്യ, നല്ല കറിയാണ്. സോ ഈ ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കുമ്പോൾ ഈ കറികളുടെ രുചി ഇനി കുറച്ചും കൂടി കൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര നൈസായിട്ടുള്ള ഒരു സ്ഥലമാണ്. പുഴയും ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സൗണ്ടൊക്കെ കേട്ട് കഴിക്കാൻ ഭയങ്കര രസമാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. സോ ഈ സ്പോട്ടിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രംകാരാണെങ്കിൽ എന്തായാലും നിങ്ങളിവിടെ വന്നിരിക്കണം. ഇതൊരു മിസ് ഔട്ട് ആക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. സോ ഡു ട്രൈ. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ പച്ചപ്പ്. ഇവിടെ കൂടെ താറാവൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്ന കാണാം നിങ്ങൾക്ക്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് കുറേ പേര് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചൊന്ന് പഴമയിലേക്ക് പോയി സേവ് ദ ഡേറ്റ് എടുക്കണം എന്നുള്ളവർക്ക് ഇവിടെ വരാം. ഓ, ഈ കാക്ക. ഹായ് ഗൈസ്, സോ നമ്മളിന്ന് ഓണത്തിന് വന്നേക്കുന്നത് പുഞ്ചക്കിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളൊരു ഷാപ്പ് കടയിൽ നിന്ന് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു. ഭയങ്കര നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫുള്ള് പച്ചപ്പാണ്, ഒരു പച്ചപ്പിന്റെ ഒരു പച്ചപ്പാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഗൈസ്. ശരിക്കും ഈ ഒരു ഓണം ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആക്കാനാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നത്. ഒരു സിറ്റിയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നത്. ഗൈസ്, എന്റെ അമ്മ പറയുന്നത് ഇവിടെ നിൽക്കുന്ന ചീരയെല്ലാം പറിച്ചോണ്ട് പോവാന്നാണ്. ഇവര് ചീരയൊക്കെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ചീരയൊക്കെ ഈ സൈഡിലായിട്ട് ഒത്തിരി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആക്ച്വലി ഒരു പാലത്തിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ പാലത്തിന്റെ നടുവിൽ ഭയങ്കര ചെളി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കാത്തത്. ഈ
ഇവിടെ തന്നെ കിരീടം എന്ന് പറയുന്ന ഒരു മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിനകത്ത് നമുക്കറിയാലോ, മോഹൻലാലാണ് കിരീടം എന്ന് പറയുന്ന മൂവിയിൽ ആക്ട് ചെയ്തേക്കുന്നത്. സോ അതിൽ കാണിക്കുന്ന പാലമാണ് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അതിൽ കാണിക്കുന്ന ഒരു പാലം അവിടെ ഉണ്ടാവും. ഗൈസ്, കാറ്റിൻ്റെ സൗണ്ടിൽ എൻ്റെ സൗണ്ട് സ്വാഹ. ഞാൻ ഈ കലബല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല ചൂടാണെങ്കിൽ കൂടി അവിടെ നിൽക്കുമ്പോൾ ഒരു ചിൽ കൂൾ എഫക്റ്റാണ്. താറാവിന് പോലും എത്ര വിളിച്ചാലും മതിയാവത്തില്ല ഗൈസ്. ഇവിടെ ഏതോ ചില സീസണിൽ മാത്രമേ ഇവിടെ ആമ്പൽ പൂക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ കുളിക്കുന്ന കാണുമ്പോഴത്തേക്കും ശരിക്കും എനിക്കും ചാടി കുളിക്കാൻ തോന്നുന്നുണ്ട്. ഗൈസ്, നമ്മൾ എല്ലാം കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. ഞങ്ങള് ഈ പുഞ്ചക്കരിയിൽ നിന്ന് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. റോഡിന്റെ നടുക്കായിട്ട് തെങ്ങ് വെച്ചേക്കാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടി എങ്ങനെയൊക്കെ ഞൊഴഞ്ഞു കയറി വേണം പോവാൻ. ഗൈസ്, ഇവിടെ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒത്തിരി പേരങ്ങനെ വരാത്തോണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന എല്ലാ സ്ഥലമൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ കാട്ടിന്റെ അകത്തൂടെ വരുന്ന ഒരു എഫക്റ്റ് ആണ്. കുറെ പുല്ല് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽപ്പുണ്ട്. ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ് ഇങ്ങോട്ട് വരാനായിട്ട്. കുറച്ചൊരു ചെറിയ ഇടുങ്ങിയ വഴിയാണ്, പക്ഷെ കാറൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു തെങ്ങ് അവിടെ നിൽക്കുന്നത്, അത് റോഡിന്റെ കറക്റ്റ് നടുക്കാണ് ആ തെങ്ങ് നിൽക്കുന്നത്. അപ്പം അവിടെയൊക്കെ കുറച്ച് വരുന്നവര് കുറച്ച് സൂക്ഷിക്കുക. അപ്പൊ ഇത് ഞങ്ങള് എങ്ങോട്ടോ ചുറ്റി ഏതൊക്കെയോ വഴി കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. വൈകിട്ട് ഇനിയിപ്പോ പോവാനുള്ള ത്രാണിയില്ല ഗൈസ്, കാരണം ഹെവിയാണ്. ഞങ്ങള് സാധാരണ ഞങ്ങളിങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൊന്നും പോവാറില്ല. ഞങ്ങള് മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണ് പതിവ്. അപ്പോ നിങ്ങളെല്ലാരും ഹാപ്പി അല്ലേ? നിങ്ങളെല്ലാരും ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് കാണുമല്ലോ. ശരിക്കും ഈ പ്രാവശ്യത്തെ ഓണം കുറച്ചൊരു ഡള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. തലസ്ഥാന നഗരിയായിട്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, വയനാട്ടിൽ ഉണ്ടായ സംഭവം കാരണം ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ചതുകൊണ്ട് നടത്താനിരുന്ന പല ആഘോഷങ്ങളും മാറ്റിവെച്ചു. അപ്പൊ ചില സ്ഥലത്ത് ഇപ്പൊ നടക്കുന്നുണ്ട്, കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു വൈബില്ല ഗൈസ്. അപ്പോ സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ഇയർ അതുകൊണ്ട് പൊടിക്കാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങള് കഴിഞ്ഞ ദിവസം ആക്ച്വലി അമ്മയുടെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞില്ലേ, അപ്പോ അന്ന് തന്നെ TT എടുത്തു. അപ്പോ നിങ്ങൾ ഇതേപോലെ തുരുമ്പ് പിടിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ താഴെയൊക്കെ വീണ് മുറിയാണെങ്കിൽ TT എടുക്കണം, മറക്കാതെ TT എടുക്കണം. ചിലവര് ഇറ്റ്സ് ഓക്കെ, സാരമില്ലാതെ താനെ പൊക്കോളും എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, TT എടുക്കണം. പണ്ടത്തെ കാലം പോലെ അല്ല, ഇപ്പൊ നമ്മുടെ മണ്ണിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് തന്നെ നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ TT എടുക്കാൻ മറക്കരുത്. സോ ഇന്നത്തെ നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഈ തിരുവോണം ഒന്നിച്ച് ഒരുമയോടെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. ബട്ട് ഞാൻ ഈ ഒരു ടൈം ഞാൻ ഓണം വളരെയധികം ഞാൻ എൻജോയ് ചെയ്തു. നല്ല സാരി എവിടെ നിന്നാണ്? ഈ സാരി ഞാൻ പോത്തീസിൽ നിന്നാണ് എടുത്തത്. ആൻഡ് ബ്ലൗസ് ഇതിന്റെ കൂടെയുള്ളതല്ല, ബ്ലൗസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ഓർണമെന്റ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഓണക്കോടിയും അതുപോലെ ഓണസദ്യയും എല്ലാം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇന്നലെ ഞാൻ ഓണസദ്യ കഴിച്ചു. ഒരു 2 ദിവസമായിട്ട് ഞാനിങ്ങനെ ഓണസദ്യ കുറച്ച് കഴിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ചൊരു ചേഞ്ച് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പുഞ്ചക്കിരി ആ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്, നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഓപ്റ്റ് ചെയ്തതും. അപ്പം എല്ലാവരും ഈ പുഞ്ചക്കിരി എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോകണം. വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അത് ശരിക്കും ഒരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആണത്. പരിപാടിയൊക്കെ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ചെന്ന് കിടന്ന് ഉറങ്ങുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ഒക്കേഷനിൽ എനിക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒത്തിരി അധികം നന്ദിയുണ്ട്. എനിക്കിപ്പോൾ ലൈക്ക് ഒരു 68 അല്ലെങ്കിൽ 69 സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് തോന്നുന്നു. സോ എനിക്ക് അതൊരു വലിയ കൗണ്ടാണ്. ലൈക്ക് ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ കൂടി എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്.
കണ്ടുകൊണ്ടിരിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ.